ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാരു സർക്കിൾ വ്ലോഗ്സ്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ പിങ്കി ഉണ്ട്. എൻ്റെ കൂട്ടുകാരി പിങ്കിയാണ്. ഇച്ചുട്ടനും സി ബേബി ഇല്ല. ഇന്ന് പിങ്കിയാണ് എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ ഞങ്ങളൊരു അടിച്ചുപൊളിയാണ് ഇന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന കോൺവെൻറ്റ് ജംഗ്ഷനിലാണ് കേട്ടോ, എറണാകുളം കോൺവെൻറ്റ് ജംഗ്ഷനിൽ. ബ്രോഡ്വേയും കോൺവെൻറ്റ് ജംഗ്ഷനും ഒക്കെ ഇതിനു മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ എടുക്കാൻ തന്നെ ഇവിടെയാണ്. അപ്പോൾ ഗുഡ് വില്ലാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ കോൺവെൻറ്റ് ജംഗ്ഷനിൽ ഗുഡ് വിൽ കളക്ഷൻസ്, ഇതിൻ്റെ ഫാൻസി ഓർണമെൻറ്റ്സ് ഒക്കെ ഉള്ള അപ്പുറത്തുണ്ട് കേട്ടോ. അപ്പുറത്തെ ഫാൻസി ഓർണമെൻറ്റ്സും കാര്യങ്ങളുള്ള അപ്പുറത്തെ ഷോപ്പിലാണ്. ഇത് ഗുഡ് വിൽ കളക്ഷന് റണ്ണിങ് മെറ്റീരിയൽസ് ആണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഇവിടെ കയറാം. അപ്പോൾ ഈ മെറ്റീരിയൽസ് എടുക്കാമെന്നുള്ള ഉദ്ദേശത്തിലല്ല കേട്ടോ ഞാൻ വന്നത്, ഒരു ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. പക്ഷെ പിന്നീട് അത് മാറ്റി മെറ്റീരിയൽ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ കൺഫ്യൂഷൻ ആവും കേട്ടോ. അതിന് വേണ്ടി മെറ്റീരിയൽസാണ് എന്തെടുക്കുമെന്നാണ് എനിക്ക് സത്യം പറഞ്ഞാൽ എപ്പോഴും കൺഫ്യൂഷൻ തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പിങ്കി ഭയങ്കര ഇഷ്ടമാണ് ക്യാമറയുടെ മുന്നിൽ വരാനും സംസാരിക്കാനും ഇഷ്ടമാണ്. ആൾ മാസ്ക് ഒക്കെ മാറ്റിയിട്ട് കാണിച്ചതാണ് കേട്ടോ മോഗു എൻ്റെ ഫേസ് കാണട്ടെ എന്ന്. അപ്പോൾ ഭയങ്കര സന്തോഷമാണ് ആൾക്ക്, ഭയങ്കര സംസാരമാണ്, എൻ്റെ കൂട്ടാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് വർത്താനമൊക്കെ പറയാനായിട്ട്. അപ്പം ഇതാണ് താഴത്തെ ഒരു ഫ്ലോറ്. അവിടെ എന്തൊക്കെയാണ് ഇരിക്കുന്നതെന്ന് പറയാനും അതിൻ്റെ മെറ്റീരിയൽസിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ പോരാതെ വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്നും പറയുന്നില്ല. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ വന്നിട്ട്. നമുക്ക് ഇഷ്ടമുള്ള എന്താ പറയുക, ഡ്രസ്സിനായാലും എന്താ പറയുക, കുർത്തീസിനായാലും അതുപോലെ സാരി ആയാലും, അതിന് വെറുതെ ഫ്രോക്സ് അടിക്കാനായാലും ഷോളിനായാലും ദുപ്പട്ട, എല്ലാ സാധനത്തിനും മെറ്റീരിയൽസ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തെത്തി. എനിക്ക് ഈ ഒരു ഭാഗത്ത് ഈ ഒരു തുണി ഭയങ്കര ഇഷ്ടമായി കേട്ടോ. പഴയ ഒരു ടച്ചിലുള്ള പഴയ സാരികളൊക്കെ ഉള്ള ആ ഒരു തുണിയാണ്. അതായത് ഓർഗൻസ എന്ന് പറയും, ഓർഗൻസ തുണി എന്ന് പറയും. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഒരു മെറ്റീരിയൽ. ഇതിൻ്റെ തന്നെ സ്ക്വയേഴ്സ് ഉണ്ട്, ലൈൻസ് ഉണ്ട്. എനിക്ക് പെട്ടെന്ന് ഇത് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ അമ്മയുടെയൊക്കെ കയ്യിൽ പഴയ കാലത്ത് കുറേ സാരികളുണ്ടാവും, അമ്മമാരുടെയൊക്കെ കയ്യിൽ ഉണ്ടാവും ഇത് എന്തായാലും. അപ്പോൾ അതൊക്കെ പഴയതാണല്ലോ പുതിയതായിട്ട് വരുന്നത്, അതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. ഓർണമെൻറ്റ്സ് ആയാലും സാരി ആയാലും എല്ലാം ഇപ്പോൾ പഴയ കാലത്ത് ആ ഒരു ട്രെൻഡ് വരുന്നതാണ്, അതാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി ഈ മെറ്റീരിയൽ. ഇത് ഈ ഒരു കളർ പിങ്കിക്ക് നന്നായിട്ട് ഇണങ്ങോട്ടോ, പിങ്കിക്ക് ഭയങ്കര ഇഷ്ടമായത്. പക്ഷേ പിങ്കി ഇപ്പോൾ എടുക്കുന്നില്ല. പിങ്കിക്ക് വലിയ അത്യാവശ്യമൊന്നുമില്ല, ഇപ്പോൾ എനിക്കാണ് അത്യാവശ്യം. അപ്പം നമ്മൾ യെല്ലോ എടുത്തു. ഇതിൻ്റെ ഗ്രീൻ നേരത്തെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്, പക്ഷേ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ ഗ്രീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ യെല്ലോ കണ്ടപ്പോൾ യെല്ലോ എടുത്തതാണ് കേട്ടോ. ഇതൊരു എന്താ പറയുക, കല്യാണത്തിനാണ്, ഒരു രാത്രിത്തെ ഫംഗ്ഷനല്ല, പകലിലുള്ള ഫംഗ്ഷൻ. അപ്പോൾ യെല്ലോ അല്ലെങ്കിൽ ഗ്രീനൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ റെഡ്, ആ ഒരു ഇതിലെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗ്രീനാണ് എനിക്കിഷ്ടപ്പെട്ട്. പിങ്കിക്കും അത്, പിങ്കിയാണ് എനിക്ക് എടുത്തു തരുന്നത്, എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത് പിങ്കിയാണ് കേട്ടോ. എനിക്ക് ആരെങ്കിലും ഒരാൾ വേണം, ഒന്നെങ്കിൽ എൻ്റെ ഇച്ചുട്ടൻ വേണം, അല്ലെങ്കിൽ അമ്മ, ഇവരാരെങ്കിലും വേണം ഡ്രസ്സൊക്കെ എടുത്ത് തരണമെങ്കിൽ, ചോദിച്ച് പറഞ്ഞൊക്കെ എടുത്ത് ആരെങ്കിലും ഒരാൾ കൂട്ടത്തിൽ വേണം. എനിക്ക് തന്നെ എടുക്കുക ഇത്തിരി മടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബ്ലൗസ് പീസൊക്കെ അതിനുള്ള ഒരു മെറ്റീരിയൽ വെച്ച് നോക്കുകയാണ് കേട്ടോ. ഒരുപാട് ടൈപ്പ് ബ്ലൗസിന് വേണ്ട ഒരുപാട് ടൈപ്പ് തുണിയുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോരോ കളേഴ്സൊക്കെ വെച്ച് നോക്കുകയാണ്. അതും പിങ്കി തന്നെയാണ് എല്ലാം ചെയ്ത് നോക്കുന്നത്. ഞാനിങ്ങനെ ക്യാമറയും പിടിച്ച് നടക്കുകയാണ്. എൻ്റെ ആവശ്യമാണോ പിങ്കിയുടെ ആവശ്യമാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും പിങ്കിയാണ് എനിക്ക് വേണ്ടി എല്ലാം എടുത്തും വെച്ച് നോക്കിയൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഇതിൽ സാരിക്കായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ബ്ലൗസിനായിട്ടും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കൊടുത്ത് നമുക്ക് പിന്നെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇതൊക്കെ റെഡിയായിട്ട് അത് നമുക്ക് വഴിയെ കാണാം. അപ്പോൾ നമ്മൾ ബില്ലിങ്ങിലെത്തി. നമ്മുടെ പരിപാടി കഴിഞ്ഞു. നിങ്ങളുടെ ഞങ്ങൾക്ക് അവിടെ അടുത്താണ്, ഞങ്ങൾ തൊട്ടടുത്താണ്. കഷ്ടപ്പെട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരണം പൈസ, ഞങ്ങളിവിടെ ഒന്ന് പാർക്ക് ചെയ്ത് നാട്ടന്ന് ഞങ്ങൾക്ക് എടപ്പള്ളി തന്നെ എടുത്താൽ മതിയായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പോയിട്ടുണ്ടായിരുന്നു നെക്ലസ് ഇത് നോക്കാൻ, ഓർണമെന്റ്സ് ഒക്കെ. പക്ഷെ സാധനം എടുത്തിട്ടില്ല, തപ്പിത്തടഞ്ഞ് ഓർണമെന്റ്സ് ഒക്കെ പോയിരിക്കുന്നു. ഇവിടൊക്കെ ഉണ്ടോന്ന് അറിയാൻ. അങ്ങനത്തെ ഒരു കാര്യം. ചേച്ചിയുടെ പേരെന്താ? സോണി ചേച്ചിനെ കണ്ടു ഞങ്ങൾ. ചേച്ചി സുന്ദരിയാണ്. ചേച്ചി മാസ്ക് മാറ്റാണ്ടിരിക്കുവാണോ ഇതിന്ന് കൊടുത്ത നീ? എനിക്ക് വേണ്ടി പൈസ കൊടുക്കുന്ന എന്റെ പിങ്കി മോളാട്ടാ. മെറ്റീരിയൽ എന്ന് പറയുന്നത് സാരി മെറ്റീരിയൽ എടുത്ത് മുറിച്ചെടുത്തു, ബ്ലൗസ് പീസ് എടുത്തു, ലൈനിങ് എടുത്തു. ഇനി എന്താ നമ്മള് അരികത്ത് സാരിയുടെ അരികത്ത് ടാസിൽസ് വെക്കാൻ വേണ്ടി വെക്കണം, അത് മേടിക്കണം.
പിന്നെ കുപ്പികളൊക്കെ ഇതിനൊക്കെ പിന്നെ അടുത്ത പരിപാടി കേട്ടോ. യെസ്. അപ്പോൾ ഈ ഗുഡ് വിൽ കളക്ഷനിൽ നിന്ന് നമ്മൾ തൊട്ടടുത്തുള്ള ഉർവശിയിൽ കയറിയിട്ടുണ്ട്. ഇവിടുത്തെ ഫാൻസി ഐറ്റംസും ഓർണമെൻറ്റ്സും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ ഹെയർ ബാൻഡൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, നല്ല ക്യൂട്ടായിട്ടുള്ള ഹെയർ ബാൻഡുകൾ. അപ്പോൾ നമ്മുടെ ഹന്ന മോൾക്ക്, അതായത് പിങ്കിയുടെ മോൾക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ നമുക്ക് ഒരു സ്വഭാവമാണല്ലോ, പെണ്ണുങ്ങളുടെ ഒരു സ്വഭാവമാണ് ഈ ഒരു കടയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വാങ്ങിച്ചില്ലെങ്കിലും ഇങ്ങനെ നോക്കി നോക്കി നടക്കുക. ഒരറ്റം മുതൽ ഒരറ്റം വരെ നമ്മൾ ആ ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ ഇങ്ങനെ നോക്കി നോക്കി വിലയൊക്കെ നോക്കി വാങ്ങിച്ചില്ലെങ്കിലും അതൊക്കെ ഒന്ന് തൊട്ട് തലോടിയൊക്കെ പോകുക എന്നുള്ളത് അതൊരു രസം തന്നെയാണ് കേട്ടോ. അതൊരു സുഖം വേറെ തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ നോക്കി നോക്കി ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കും ലാസ്റ്റ്. പക്ഷെ അത് ആ നോക്കുന്ന എല്ലാം ഒന്നും വാങ്ങിച്ചില്ലെങ്കിലും നമുക്കൊരു ഇഷ്ടമാണല്ലോ. ഒരു ഇഷ്ടം എന്ന് പറയുന്നത് ഒരു രസമാണ്. ഇതിങ്ങനെ ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ നോക്കി നോക്കി നടക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് ഹെയർ ബാൻഡുകൾ, ക്ലിപ്സ്, അതൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ എനിക്ക്. ഇങ്ങനെ നോക്കുന്നതും വാങ്ങിച്ചില്ലെങ്കിലും അതിങ്ങനെ നോക്കി നോക്കി നടക്കുന്നതൊക്കെ. അപ്പോൾ ഇത് നമ്മൾ മാല, ഈ നെക്ലസ് ഒക്കെ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. കുറഞ്ഞ റേറ്റിലും കൂടിയ റേറ്റിലും ഉള്ളതുണ്ട് കേട്ടോ. അപ്പോൾ പ്രൈസൊക്കെ വ്യത്യാസം അനുസരിച്ച് അവരിങ്ങനെ മാറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോന്നോരോന്ന് നോക്കുന്നത്. അപ്പോൾ പിങ്കി ഓരോന്നോരോന്ന് എടുത്ത് എനിക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ ഒരു തോന്നലാണ്, ചിലപ്പോൾ വാങ്ങിക്കും ചിലപ്പോൾ വാങ്ങിക്കില്ല. പക്ഷേ ഞങ്ങളിങ്ങനെ മാലയൊക്കെ നോക്കി, നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട്, എല്ലാം ഇങ്ങനെ നോക്കി നോക്കി നടക്കുന്നുണ്ട്. എനിക്കിതേ ഈ ഒരു ടൈപ്പ് മാല ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ആ ഒരു ടൈപ്പ്. അപ്പോഴാണ് ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞ് ഇവിടെ ക്യാമറ അലൗഡ് അല്ലാന്ന്. അപ്പോൾ ഉർവശിയിൽ നിന്ന് ഇറങ്ങി എന്നിട്ട് ഞങ്ങൾ ഇവിടെ കർട്ടനും കാർപ്പറ്റും ഒക്കെ വയ്ക്കുന്ന ഒരു ബെഡ്ഷീറ്റും എല്ലാം ഉള്ള ഒരു ഷോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ അത് ആദ്യം തന്നെ പിങ്കി വന്ന് ചെയറിട്ട് അങ്ങ് ഇരുന്നു, കുറച്ച് നേരം ഇരിക്കട്ടെ എന്ന് പറഞ്ഞ്. പിങ്കിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കടയാണ് കേട്ടോ. പിങ്കിയുടെ ഇഷ്ടമുള്ള ഒരു കട എന്ന് പറയാം. കർട്ടൻ, കാർപ്പറ്റ്, അതുപോലെ തന്നെ ബെഡ്ഷീറ്റ്, ടവൽസ്, ഒരുപാട് വെറൈറ്റി ടവൽസ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഹോം മേക്ക് ഓവറിനായിട്ടുള്ള എന്താ പറയുക എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് കോൺവെൻഷനിൽ നിന്ന് ബ്രോഡ്വേക്കുള്ളിലോട്ട് വരണം, കുറച്ച് നീങ്ങിയിട്ടാണ് കേട്ടോ. അപ്പോൾ പിങ്കിയുടെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കടയാണ്. അതൊക്കെ പറഞ്ഞ ആൾ പരിചയമുള്ളതാണ്. ഇവിടുന്ന് സ്ഥിരമായി പിങ്കി എന്താ പറയുക എല്ലാ സാധനവും, ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും എടുക്കുന്ന ഒരാളാണ്, പരിചയപ്പെടുത്തി തരികയാണ്. അപ്പോൾ ഞാൻ ഇതുവഴി പോകുമെങ്കിലും അങ്ങനെ മിക്കപ്പോഴും പോകുന്നുണ്ടെങ്കിലും ഇതിലങ്ങനെ കയറാറില്ല. എനിക്ക് വലിയ അത്യാവശ്യങ്ങളൊന്നും വരാറില്ല കേട്ടോ. പക്ഷേ ഇനി വരും, ഇനി വന്ന് കുറച്ച് സാധനങ്ങൾ എടുക്കണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ എനിക്ക് ടവലും കുഷ്യനും വേണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവർ ഭയങ്കര വർത്താനമാണ്, അറിയുന്നവരാണ് കേട്ടോ. സ്ഥിരമായി വന്ന് എടുക്കുന്ന ഒരു കസ്റ്റമറാണ് നമ്മുടെ പിങ്കി. അപ്പോൾ പിങ്കി ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം കേട്ടോ. ഒരുപാട് സാധനങ്ങൾ ഇങ്ങനത്തെ വാങ്ങിക്കും ആൾ, ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അതുപോലെ തന്നെ എംബ്രോയ്ഡറി ചെയ്യുന്ന ആളാണ്, തയ്ക്കുന്ന ആളാണ്, ചെടീനെ ഇഷ്ടപ്പെടുന്ന ആളാണ്, ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ആളാണ്, ഒക്കെയാണ് പിങ്കി. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് റൂമെല്ലാം മേക്ക് ഓവർ ചെയ്ത് എന്താ പറയുക ഒരു ഭംഗിയാക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളും കൂടിയാണ് പിങ്കി. അപ്പോൾ അതിനുള്ള സാധനം പിങ്കി ഇപ്പോൾ വന്നിട്ട് കുറച്ച് ടവൽസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വന്നതല്ലേ ടവലും കുഷ്യനും എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് ചെറിയ ടവൽസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരുപാട് ടൈപ്പ് ടവൽസ് ഉണ്ട് കേട്ടോ. ഒരുപാട് നല്ല ഭംഗിക്ക് ഇടാവുന്നതും കൈ തുടയ്ക്കാവുന്നതും കിച്ചണിൽ യൂസ് ചെയ്യുന്ന അങ്ങനെ സെപ്പറേറ്റ് ഒരുപാട് ടൈപ്പ് ടവൽസ് ഉണ്ട് ഇവിടെ. അപ്പം ഇതേ കണ്ടില്ലേ എങ്ങനെ ഇരിക്കുന്നത്, ആ ഇരിക്കുന്ന മൊത്തം കർട്ടനും ബെഡ്ഷീറ്റും ഒക്കെയാണ് കേട്ടോ. ഇത് നല്ല ടവൽസാണ് ഈ കാണുന്നത്. അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്. പിങ്കി വർത്താനമാണ് കേട്ടോ. പിങ്കിക്ക് പുതിയ പുതിയ കളക്ഷനെ കുറിച്ചൊക്കെ ഭയങ്കരമായിട്ട് വർത്താനം പറയുന്നുണ്ട്. അപ്പോൾ ബെഡ്ഷീറ്റ് അതുപോലെ തന്നെ കുഷ്യൻ കവറൊക്കെ പറ്റി പിങ്കി പറയുന്നുണ്ട്. കണ്ടേ എംബ്രോയ്ഡറി ചെയ്ത ഒരു ടവലാണ് പിങ്കി എടുത്തത് കേട്ടോ. പിങ്കിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പം ഞങ്ങളപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി പിന്നീട് വരണം, എനിക്ക് കുറച്ച് സാധനങ്ങൾ അവിടുന്ന് വാങ്ങിക്കാനുണ്ട് കേട്ടോ. അത് കോൺവെൻറ്റ് ജംഗ്ഷനിൽ നിന്ന് ബ്രോഡ്വേക്കുള്ളിലോട്ട് പോകുമ്പോഴാണ്, കുറച്ച് നീങ്ങിയിട്ടാണ്. കോൺവെൻറ്റ് ജംഗ്ഷനിൽ നിന്ന് ബ്രോഡ്വേക്കുള്ളിലോട്ട് കയറുമ്പോൾ ഒരു കടയാണ് കേട്ടോ. ഫേബിൻ ഹോം എന്ന് പറഞ്ഞിട്ടൊരു കടയാണ്. എന്താ പറയുക വീട്ടിലെ എല്ലാ സാധനവും അത്യാവശ്യം മേക്ക് ഓവറിനായിട്ടുള്ള എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഫുഡ് കഴിച്ചിട്ടില്ല ഇതുവരെ. ഇനി എന്ത് കഴിക്കണമെന്നൊക്കെ ആലോചിച്ചാണ് ഞങ്ങൾ വണ്ടി ഓടിക്കുന്നത് കേട്ടോ. അപ്പം നന്നായിട്ട് കഴിക്കണോ കുറച്ച് ചെറുതായിട്ട് കഴിക്കണോ എന്നൊക്കെ ആലോചനയിലാണ് ഞങ്ങൾ വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ MG റോട്ടിലാണ് എത്തിയിരിക്കുന്നത്. അവിടെ നിന്ന് ചുറ്റിയെടുക്കുന്നത്. ആദ്യം കയറാമെന്ന് വിചാരിച്ച ഹോട്ടൽ കയറിയില്ല, പിന്നീട് ഒന്നും കൂടെ ചുറ്റിയെടുക്കുകയാണ് കേട്ടോ ആൾ. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് നമുക്ക് പോകുന്നത് MG റോഡിലോട്ട് വരുമ്പോൾ നമ്മുടെ സരിത തിയേറ്ററൊക്കെ ഇല്ല, ആ ഒരു ഭാഗത്താണ് കേട്ടോ. ഈ കറക്റ്റ് സ്ഥലം സ്പോട്ട് എനിക്ക് പേരറിയത്തില്ല.
അപ്പോൾ ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്ന ബിഗ് ഫാറ്റ് മെമ്മോയിലാണ് കേട്ടോ. അപ്പോൾ അതിലോട്ട് കയറുകയാണ്. അപ്പോൾ കയറുമ്പോൾ തന്നെ ഒരു പന്തലാണ്, അതായത് മുന്തിരിങ്ങയും ഫാഷൻ ഫ്രൂട്ടും ഇട്ട പന്തലാണ് കാണുന്നത് മുകളിൽ. പിന്നെ നല്ല തണുപ്പാണ്. അവിടെ ഇങ്ങനെ പുറത്തിരുന്ന് കഴിക്കാം, അകത്തിരുന്ന് കഴിക്കാം. അപ്പോൾ അതേ നമ്മൾ കണ്ടൊരു കാഴ്ചയാണ് അപ്പൂപ്പൻ താടി. അതിങ്ങനെ പറന്ന് നടക്കുന്നുണ്ട്, ഒരുപാടുണ്ട് കേട്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അതിങ്ങനെ പറന്ന് നടക്കുകയാണ്. അപ്പോൾ മുകളിലോട്ട് നോക്കിയാൽ മുന്തിരിങ്ങ ഫാഷൻ ഫ്രൂട്ട്, ഒരുപാട് ഫാഷൻ ഫ്രൂട്ട് ഉണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു പ്രത്യേക തണലാണ്, പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ അകത്തേക്ക് കയറുമ്പം. സ്ലൈസ് ഓഫ് സ്പൈസ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ അതിനോട്ട് ആണ് നമ്മൾ അകത്തോട്ടാണ് കയറുന്നത് കേട്ടോ. ഇവിടെ രാത്രിയിൽ വരുമ്പോഴാണ് ഒരു പ്രത്യേക ഒരു ഭംഗി, ഒരു പ്രത്യേക ഫീല് കിട്ടുന്നത്. ഒരു ആംബിയൻസ് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ രാത്രിയിൽ വരാൻ പറ്റുമെങ്കിൽ രാത്രിയിൽ വരിക. അപ്പോൾ നമ്മൾ കയറുകയാണ്. നമുക്ക് ഭക്ഷണം വേണമെന്ന് ചോദിച്ചാൽ ഭയങ്കരമായിട്ട് വേണ്ട, എന്നാൽ കുറച്ച് വേണം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ കയറുന്നത്. മിൽക്ക് കൂളർ എത്തിയിട്ടുണ്ട് നമ്മുടെ. എങ്ങനെയുണ്ട്? സൂപ്പർ. ഓ തണുപ്പ് എനിക്ക് പറ്റൂല, എന്നാലും നോക്കാം. സൂപ്പറായിട്ടുണ്ട്, ഒന്നും പറയാം. തൊണ്ട വേദന സൂപ്പറായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ പാവം ചാരുകുട്ടി ക്ഷീണിച്ച് മിൻറ്റ് കൂളറൊക്കെ കഴിച്ച് സുഖമായിട്ട് അങ്ങനെ റിലാക്സ് ചെയ്ത് ഇരിക്കുവാണ്. കണ്ടോ, നല്ല അടിപ്പൻ ഞങ്ങളുടെ മിൻറ്റ് കൂളർ ഞങ്ങളുടെ സ്ലൈസ് ഓഫ് സ്പൈസിൽ വന്ന് നോക്ക്. ഇതെന്താ പിങ്കിക്കുട്ടി സാധനം? ഇത് നമ്മുടെ മെഡിറ്ററേനിയൻ ഹീറ്റ്. എന്താണ് മെഡിറ്ററേനിയൻ ഹീറ്റ്? എന്താ സാധനം സംഭവം? ഇത് ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും ഒരു അടിപൊളി സാധനം എന്ന് പറയുന്നത് നമ്മുടെ ഫില്ലിംഗ്. എന്തോ ഇതിൻ്റെ അകത്ത് ഫില്ലിംഗ് ആക്ച്വലി ചിക്കൻ ഉണ്ട്, കുറച്ച് വെജിറ്റബിൾസ് ഉണ്ട്. ഇവിടുത്തെ ഏറ്റവും ഫേവറേറ്റ് അടിപൊളി ഡിഷ് എന്ന് പറയുന്നത് അൽ അഷ്റഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിക്കൻ, നമ്മുടെ ഗ്രിൽ ചിക്കനൊക്കെ ഇല്ലേ, അതാണ്. അപ്പം അത് ആക്ച്വലി ആ സാധനം വെച്ചിട്ടുള്ള ഒരു സാൻഡ്വിച്ച്. അതാണ് സാൻഡ്വിച്ച്. ഓക്കെ സാൻഡ്വിച്ച്. അതെ, അതപ്പം ഇത് ബ്രെഡിലല്ല റൊട്ടിയിലാണ്. കണ്ടോ, അകത്ത് ചിക്കനും ഫുൾ ചിക്കനാണ്. ഈ അൽ അഷ്റഫ് സംഭവം തന്നെയാണ്. അതിൻ്റെ കൂടെ കുറച്ച് മയണൈസും സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുള്ള അടിപൊളി സാധനമാണ് കേട്ടോ. സ്ലൈസ് ഓഫ് സ്പൈസ് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും. എന്റെ ചങ്ക് ഫ്രണ്ടിന്റെ വർത്താനം കണ്ടില്ലപ്പാ. ഇനി ഇത് തുറക്കണ്ടേ നമുക്ക്? തുറക്കല്ലേ? അതിൻ്റെ ഒരു മിൻറ്റ് കൂളർ, ലൈം ഇഷ്ടപ്പെടുന്ന ഒരു മിൻറ്റ് കൂളർ കൂടെ അതിൻ്റെ കൂടെ മേടിക്കും. ഇനി ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത ഡിഷ് ഓപ്പൺ ചെയ്യുവാണ്. നമ്മുടെ മോമോസ്. ഇത് ആക്ച്വലി പനീർ മോമോസ് ആണ്. പനീർ എനിക്ക് ചിക്കൻ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞങ്ങളിന്ന് ചിക്കൻ ഇഷ്ടമല്ല എന്നല്ല നമ്മൾ പറയണത്, ഇന്ന് ചിക്കൻ മാറ്റിയിട്ട് കാരണം ഞങ്ങളിവിടെ വേറൊരു ചിക്കൻ ഓർഡർ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപാട് ചിക്കൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ഒരു പനീറും ഒരു ചിക്കനും അഡ്ജസ്റ്റ് ചെയ്യാം. അവിടെ നമ്മുടെ മെമോസ് എത്തിയിട്ടുണ്ട്. മെമോസ് ഈ സാധനം നോക്കട്ടെ. ഓക്കെ, ഇത് നീ കഴിച്ചു നോക്കാം. സൂപ്പറായിട്ടില്ല. ശരിക്കും ഗ്രില്ല് ചിക്കൻ്റെ മയോണീസും എല്ലാം കൂടെ കൂട്ടിയിട്ട് സൂപ്പറായിരുന്നു. എനിക്കിങ്ങനെ കഴിക്കാൻ ഇഷ്ടം. ചിക്കൻ അതിങ്ങനെ അങ്ങനെ കഴിക്കാം. ഇങ്ങനെ എടുത്തു, ഇങ്ങനെ എടുത്തു, ഇങ്ങനെ എടുത്തു, ഇങ്ങനെ എടുത്തു. മൊത്തത്തിൽ എടുത്തോ, മൊത്തത്തിൽ കടിച്ചു പറിച്ച് കഴിഞ്ഞു. ഓ എന്നോ സൂപ്പർ. ബെസ്റ്റ്. ഇനി അതെല്ലാം കഴിഞ്ഞു. അടുത്തെന്താ? അതിൻ്റെ ഇടയിൽ കുറച്ച് അതിൻ്റെ കൂടെ ആ സോസും ഇതും. വേറെന്തെങ്കിലും? സന്തോഷമായി.
ഒരെണ്ണം തിന്നണ മൊത്തം കഴിച്ചോണം. മൊത്തം കഴിച്ചു. ചിക്കൻ്റെ ഒപ്പം വെച്ച് അധികം കഴിക്കാൻ അയ്യോ എൻ്റെ അമ്മ ഇങ്ങനെ മുറിച്ചെടുക്കുവാണേ. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് എടുക്കുന്നത് തോന്നുന്നു. കഷ്ടപ്പെട്ടിട്ട് ചിക്കൻ കാണുമ്പോൾ നമ്മള് ചിക്കന്റെ പുറകിനാണ്. അതുകൊണ്ട് വെജ് ഇച്ചിരി മയണൈസ് മുക്കി ഈ ചില്ലി സോസ് എനിക്ക് ഇഷ്ടമാണ്. ആണോ? എനിക്ക് ഇവിടുത്തെ ഭയങ്കര ഇഷ്ടം. എല്ലാത്തിലും മുക്കിക്കോ. വെജ് ആണെങ്കിലും അടിപൊളിയായിട്ടുണ്ട്. വെജ് ആണെങ്കിലും പനീറാണെങ്കിലും അതറിയില്ല. പക്ഷെ നമുക്ക് എപ്പോഴും ചിക്കൻ അത് ശരിയാ. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ആ ഒരു പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കണ്ട ഒരു കാഴ്ചയാണ് ആ ഒരു മുന്തിരിങ്ങ ഫാഷൻ ഫ്രൂട്ടിൻ്റെ പന്തലുണ്ടല്ലോ, അതിൽ നിറച്ച് കിളികൾ വരുന്നുണ്ട്. അതുപോലെ കിളി കൂട് വയ്ക്കുന്നുണ്ട്. അതിൽ ഒരു കുഞ്ഞു കിളിയുടെ സൗണ്ട് കേട്ടോ. ഇങ്ങനെ നിന്നതാണ്. ഇവിടെ ഒരു കുഞ്ഞു കിളി ഇരിപ്പുണ്ട് കൂട്ടിൽ. അവരുടെ സൗണ്ട് നന്നായിട്ട് കാണാൻ പറ്റും. ഇപ്പം നമ്മുടെ ക്യാമറയിൽ അത് കാണുന്നില്ല. ശരിക്കും സൂം ചെയ്ത് എടുക്കേണ്ടതാണ് കേട്ടോ. പക്ഷെ ഞാൻ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ശരിക്കും കാണാൻ പറ്റണില്ല. എന്തായാലും ഞാനത് കേട്ടു. അങ്ങനെ കുറച്ച് നേരം നിൽക്കുമായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ നോക്കി നിൽക്കുക. നിറച്ച് കിളികളുണ്ട്. അതുപോലെ അപ്പൂപ്പന്താടികളുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ കുഞ്ഞിക്കിളി കൂട് കൂട്ടി വെച്ചിട്ടുണ്ട്. കുഞ്ഞിക്കിളിയുടെ സൗണ്ട് കീ കീ കീന്ന് സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ നടുവിലിരുന്ന് ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഒരു രസമല്ലേ. പ്രത്യേകിച്ച് രാത്രി വരികയാണെങ്കിൽ പ്രത്യേക വേറൊരു ആംബിയൻസ് ആണ് കേട്ടോ കാണാൻ. അപ്പോൾ പറ്റുമെങ്കിൽ വരിക കേട്ടോ. അപ്പോൾ പറ്റുമെങ്കിൽ വരിക, എൻജോയ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ പരിപാടി ചെറിയ ചെറിയ പരിപാടികളായിരുന്നു. എന്നാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ദിവസമാണ്. പിങ്കിയുടെ ഒപ്പം കൂടി ഒരു നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. അടിച്ചു പൊളിച്ചു. അപ്പോൾ പിങ്കിനെ എല്ലാവരും കണ്ടല്ലോ, പരിചയപ്പെടുത്തി തന്നില്ലേ ഞാൻ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. പുതിയ കാഴ്ചകളായിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ.